أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. സൂറത്തു നൂർ 14-15. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും. വലൗലാ ഫദ്ലുല്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങൾക്കുമേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും, ഫിദ്ദുനിയാ വൽ ആഖിറ ഇഹലോകത്തിലും പരലോകത്തിലും, ലമസ്സക്കും നിങ്ങളെ ബാധിക്കുമായിരുന്നു, ഫീമാ അഫൽത്തും ഫീഹി നിങ്ങൾ ഏർപ്പെട്ടതിന് അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചുകൂട്ടിയതിന് എന്നൊക്കെയാണ് അർത്ഥം. അഫാല പ്രവഹിച്ചു, അല്ലെങ്കിൽ ചൊരിഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അഥവാ നിങ്ങൾ ഇത്രയും നാള് കടന്നു പോന്ന, ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോന്ന കാര്യത്തിൽ എന്നർത്ഥം. അതിനാണ് ഏർപ്പെട്ടതിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്നത്. നിങ്ങൾ ഏർപ്പെട്ടതിന്റെ കാര്യത്തിൽ, ഫീമാ ഒന്നിൽ, അഫൽത്തും നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു, ഫീഹി അതിൽ, അദാബുൻ അലീം ഗുരുതരമായ ശിക്ഷ. ഇത് തലഖൗനഹു നിങ്ങൾ അത് ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. തലക്ക നേരത്തെ വന്നതാണ്. തലക്ക ആദമ മിർ റബ്ബിഹി ഏറ്റു ചൊല്ലി പഠിച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. ബി അൽസിനത്തിക്കും നിങ്ങളുടെ നാവ് കൊണ്ട്, വതഖൂലൂന നിങ്ങൾ പറയുന്നു, ബി അഹ്വാഹിക്കും നിങ്ങളുടെ വായകൾ കൊണ്ട്, മാ ഒന്ന്, ലൈസ ഇല്ല, ലക്കും നിങ്ങൾക്ക്, ബിഹി അതേ സംബന്ധിച്ച്, ഇൽമുൻ യാതൊരു അറിവും, മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ നിങ്ങൾക്ക് അറിവില്ലാത്തത്, വതഹ്സബൂനഹു നിങ്ങൾ അതിനെ വിചാരിക്കുന്നു, ഹയ്യിന നിസ്സാരമെന്ന്, വഹുവ അതായിരിക്കെ, ഇൻദല്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ, അലീം ഗുരുതരമായത്. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ മുനാഫിക്കുകൾ പടച്ചുവിടുകയും ദുർബല വിശ്വാസികളായ ചിലർ പ്രചരിപ്പിക്കുകയും ചെയ്തത്, ആകെ പ്രചരിക്കാൻ കാരണമായത് എന്താണ്? അതിനെ തിരുത്തുവാൻ വേണ്ടി അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ വലിയ ഗൗരവബുദ്ധി, കാര്യഗൗരവമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതികൾ, അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, ഈ ഫദ്ലും റഹ്മത്തും ഒന്നിച്ച് ഖുർആനിൽ പല സ്ഥലത്തും വരുന്നത് കാണാൻ കഴിയും. രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. പക്ഷേ സൂക്ഷ്മമായി പഠിച്ചാൽ ചെറിയ വ്യത്യാസം കാണാൻ കഴിയും. ഫദ്ല് എന്ന് പറഞ്ഞാൽ മനുഷ്യർ അധ്വാനിച്ചത് കൊണ്ട് കിട്ടുന്ന അള്ളാഹുവിന്റെ നിഅമത്താണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കണ്ടറിഞ്ഞ് കൊടുക്കുന്നതാണ്. വേഗം മനസ്സിലാക്കാൻ സൂറത്തുൽ ജുമുഅയിൽ വൈദാ ഖുദിയത്തിസ് സലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ ഭൂമിയിൽ ആയിക്കൊള്ളൂ, അള്ളാഹുവിന്റെ ഫദ്ല് തേടിക്കൊണ്ടു. അപ്പൊ അധ്വാനത്തിന്, കച്ചവടത്തിന്, തൊഴിലിന്, ഇങ്ങനെയുള്ളതിനൊക്കെ പോവുക. അങ്ങനെ അധ്വാനിച്ചിട്ടും തൊഴിലെടുത്തിട്ടും ഒക്കെ കിട്ടുന്നത് അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. അതാണ് അതാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ ഫദ്ലാണ് എന്ന് പറയാനാണ് നേട്ടത്തെക്കുറിച്ച് ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അധ്വാനിച്ചാൽ കിട്ടുന്ന നിഅമത്ത് ഫദ്ലാണ്. അധ്വാനിക്കാതെ തന്നെ അള്ളാഹു അവന്റെ സ്നേഹം കൊണ്ട് കരുണ ചൊരിയുക.
കൃഷി നമ്മൾ അധ്വാനിച്ചാൽ കിട്ടുന്നതാണ്. അതേ സമയത്ത് മഴയെക്കുറിച്ച് അള്ളാഹു താല റഹ്മത്ത് എന്നാണ് സൂചിപ്പിക്കുന്നത്. യുർസിലു റിയാഹ ബൈന യദൈ റഹ്മത്തി. അള്ളാഹു അവന്റെ കാറ്റിനെ അയക്കുന്നു അവന്റെ കാരുണ്യത്തിന്റെ മുമ്പ് എന്നാണ്, അഥവാ മഴയ്ക്ക് മുമ്പ്. മഴ നമ്മൾ അധ്വാനിച്ച് നേടുന്നതല്ല, അള്ളാഹു കണ്ടറിഞ്ഞ് തരുന്നതാണ്. അപ്പോഴേ കിട്ടുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചുണ്ടാക്കുന്നത്, അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒക്കെ ഫളിലും, അധ്വാനിക്കാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവൻ തരുന്നത് കാരുണ്യവുമാണ്, റഹ്മത്ത് ആണ്. മാതാവിലേക്ക് ചേർത്താൽ ഇത് വേഗം മനസ്സിലാകും. മാതാവ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, കുഞ്ഞിനെ തീറ്റുന്നു, അതൊക്കെ കുഞ്ഞ് ചോദിച്ചിട്ടല്ല. മാതാവിന്റെ വികാരമാണല്ലോ ഈ കാരുണ്യം എന്ന് പറയുന്നത്. റഹ്മത്ത് ഗർഭപാത്രത്തിൽ ഉണ്ടായ കുട്ടിയോട് ഉമ്മക്ക് എന്താണോ തോന്നുന്നത് അത് ആണ്. ആ മാതാവ് കുഞ്ഞിനെ പരിപാലിക്കുന്നത് കുഞ്ഞിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടല്ല, പകരം കുഞ്ഞ് ആവശ്യപ്പെടാതെ തന്നെ അതിന്റെ ആവശ്യം സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുകയാണ്. അതാണ് എന്നതുപോലെ അള്ളാഹു തആല തരുന്നതാണ് റഹ്മത്ത്. റഹ്മത്തുല്ലിൽ ആലമീൻ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ലോകരോട് കാണിച്ച കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാതെ ഞങ്ങൾക്കൊരു നബി വേണമെന്ന് ആരോ ചോദിച്ചതോ ആവശ്യപ്പെട്ടതോ അതൊന്നുമല്ല. ഇങ്ങനെ ഒരു വ്യത്യാസം രണ്ടും കൂടി ഒപ്പം പറയുന്നിടത്ത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഇവിടെ പറയുന്നത് ഇഹലോകത്തും പരലോകത്തും നിങ്ങളെ ബാധിക്കുമായിരുന്നു അള്ളാഹുവിന്റെ ഫضലും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ. ഫിദ്ദുനിയാ വൽ ആഖിറത്തി ലമസ്സക്കും എന്നാണ്, അഥവാ അത് മുന്തിച്ചു പറഞ്ഞതാണ്. ലമസ്സക്കും ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും ബാധിക്കുമായിരുന്നു എന്നാണ്. അഥവാ ഇഹലോകത്തും നാശമുണ്ടാകും, വലിയ ഫിത്നയുണ്ടാകും, പരലോകത്ത് ശിക്ഷയും കിട്ടുമായിരുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്. അഥവാ നിങ്ങൾ തന്നെ അതിനെതിരെ രംഗത്ത് വരികയും തിരുത്തുകയും, അങ്ങനെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നാണ്, നീയാണെങ്കിൽ ചെയ്യുകയാണോ എന്ന്, ഇങ്ങനെയുള്ള അതിനെ നേരിടാൻ വേണ്ടി വിശ്വാസികൾ കാണിച്ച ഒരു ആർജവമുണ്ട്. അത് വിശ്വസിക്കാതിരിക്കാനും അല്ലെങ്കിൽ അതിൽ പലരും മൗനം പാലിക്കാനും ഒക്കെ. അങ്ങനെയാണ് അത് നിയന്ത്രണാധീനമാകുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ കാരുണ്യവും കിട്ടി. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും കിട്ടി. ഇത് രണ്ടും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ പേരിൽ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് വലിയ അദാബ് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെതിരെ ഒക്കെയുള്ള അപവാദ പ്രചരണവും അതുപോലെ ഉള്ള കാര്യങ്ങളും ചെയ്തതിന്റെ പേരിൽ ദുനിയാവിലും ശിക്ഷ കിട്ടുമായിരുന്നു, പരലോകത്തിലും ശിക്ഷ കിട്ടുമായിരുന്നു. അതാണ് ലമസ്സക്കും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അലീം എന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ശിക്ഷക്ക് അർഹമാകുന്ന ന്യായം എടുത്തു പറയുകയാണ്. അള്ളാഹു കാരുണ്യം കാണിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് അതിങ്ങനെ ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ പറയുന്നു, ഞാൻ അറിഞ്ഞോ നീ അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമു. ഒരറിവുമില്ലാത്ത, അഥവാ ഈ സഫ്വാൻ റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയും എന്താണ് ചെയ്തത് എന്ന് നേരിട്ട് അറിഞ്ഞ ഒരാളും അവിടെ ഇല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂല് മുഹമ്മദിന്റെ ഭാര്യ, നിങ്ങളുടെ നബിയുടെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ വരുന്നു എന്ന് വിളിച്ചു പറയുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ അപഖ്യാതം പറഞ്ഞുണ്ടാക്കിയ ആളുകൾ ബാക്കി പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ ഏറ്റുചൊല്ലി പറയുകയായിരുന്നു. അതാണ് അതേ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർക്കാർക്കെങ്കിലും വല്ല വിവരവുമുണ്ടോ? ഇല്ല. തെറ്റായ ഊഹങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു അവർ ചെയ്തത്. അതാണ് തഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ എന്ന് പറയുന്നത്. നേരിട്ട് അറിയുന്ന ആരും ഇല്ലല്ലോ അതിൽ. ഫതഹ്സബൂനഹു ഹയ്യിന, ഈ അപവാദം കേട്ടിട്ട് അതിങ്ങനെ ഒരാൾ പറഞ്ഞ് അടുത്ത ആളോട് പറഞ്ഞു, ഇങ്ങനെ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രചരിക്കാൻ ഇടയാകാൻ
നിങ്ങൾ ചെയ്തത് അങ്ങനെ അത് വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മളെ ആധുനിക കാലത്ത് പോലും ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുക, അത് സെലിബ്രിറ്റികളെ കുറിച്ച്, പ്രമുഖരായ ആളുകളെ കുറിച്ചൊക്കെ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിൾ കാര്യമായിട്ടാണല്ലോ കാണുന്നത്. എന്നതുപോലെ നിങ്ങൾ അതിനെ ലഘുവായ കാര്യമായിട്ട്, നിസ്സാര കാര്യമായിട്ട് കരുതുന്നു. എന്നാൽ ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അപമതിക്കുന്നതിലൂടെ മൊത്തം ദീനിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഗുരുതരമായ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കടുത്ത ശിക്ഷക്ക്, കാരണം സത്യസാക്ഷ്യ നിർവഹണമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ് ഇസ്ലാമിന്റെ സാക്ഷ്യങ്ങളിലൊന്ന്. അദ്ദേഹം നുണ പറയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന നിലയിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഈ പറഞ്ഞ വഴിക്കല്ല, അവരൊക്കെ വേറെ അത് അംഗീകരിച്ചിട്ടില്ല, ഇതൊന്നും വിശ്വസിക്കാതെയാണ് അവരൊക്കെ നടക്കുന്നത് എന്നാണല്ലോ പ്രചരിക്കുക. അത് ദീനുൽ ഇസ്ലാമിന്റെ സൽപ്പേരിന് വലിയ പോറലേൽപ്പിക്കുന്ന പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ അത് ഏതോ ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറയുക എന്നതേ കാണുന്നുള്ളൂ. അതാണ് വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അലീം. എന്നാൽ ഈ അപവാദ പ്രചരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് മഹാപാപമാണ്. മുകളിൽ 80 അടി അള്ളാഹു താല ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇങ്ങനെ എന്തുകൊണ്ട് നല്ലത് വിചാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അങ്ങനെ അള്ളാഹു താല ഇങ്ങനെ അന്യരുടെ കാര്യത്തിൽ അറിയാത്തത് പ്രചരിപ്പിക്കുക, അതും വളരെ മാന്യന്മാരായ ആളുകളെ കുറിച്ച്, അത് അള്ളാഹു ഗുരുതരമായ പാപമായിട്ടാണ് കാണുന്നത്. സബഉൽ മൂബിഖാത്ത്, ചാരിത്രവാദികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, മോഷണത്തെക്കാൾ, മദ്യപാനത്തെക്കാൾ, ഇങ്ങനെയുള്ള അതിനേക്കാളൊക്കെ ഗുരുതരമായ പാപമായിട്ടാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. സബഉൽ മൂബിഖാത്തിലെ ഒന്നാണല്ലോ ഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, ചാരിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക എന്നത്. അതേ ആശയമാണ് ഇവിടെ വഹുവ ഇൻദല്ലാഹി അലീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കലാം പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.